നമസ്കാരം. ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ RSS വൽക്കരിക്കുന്നു, കാവ്യവൽക്കരിക്കുന്നു എന്ന് ഇവിടുത്തെ കേരളത്തിലെ CPM നേതാക്കളുമൊക്കെ പറയും. RSS വൽക്കരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇപ്പോൾ RSS വൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ RSSന്റെ ആശയങ്ങൾ നടപ്പിലാക്കുക, RSS മാത്രമേ ഉള്ളൂ ഒരു സംഘടന, അല്ലെങ്കിൽ RSSന്റെ ചരിത്രം മാത്രം പഠിപ്പിക്കുക, ഇവിടെ BJPയുടെ ചരിത്രം പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും യഥാർത്ഥ ചരിത്രം, ഇവിടെ ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം, ഭാരതത്തിന്റെ യഥാർത്ഥ ചിത്രം ജനങ്ങളെ, കുട്ടികളെ ബോധ്യപ്പെടുത്തുന്നതിൽ RSS കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ RSS ചിന്തിക്കുന്ന ആ പോയിന്റുകൾക്കൊക്കെ തന്നെ വലിയ പ്രസക്തിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മുഗളന്മാർ, ഔറംഗസേബ്, അതുപോലെ തന്നെ മുഹമ്മദ് ഗസ്നി, അക്ബർ, ഹുമയൂൺ, ഹൈദരാലി, ടിപ്പു സുൽത്താൻ തുടങ്ങിയ മുഗൾ അധിനിവേശക്കാർ, മുഗൾ ഭീകരന്മാർ ഇന്ത്യ തകർത്തപ്പോൾ, ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ, ഇവിടുത്തെ സ്വത്തുക്കൾ കൊള്ളയടിച്ചപ്പോൾ, ഇവിടുത്തെ ക്ഷേത്രങ്ങൾ തകർത്തപ്പോൾ, ഇവിടുത്തെ ഇന്ത്യൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തപ്പോൾ, അടിമകളാക്കിയപ്പോൾ, ഇന്ത്യൻ യുവാക്കളെ തട്ടിക്കൊണ്ടുപോയപ്പോൾ, അവരെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയപ്പോൾ, അതൊന്നും പറയാതെ കോൺഗ്രസിന്റെ സർക്കാരുകൾ ചീഞ്ഞു നാറിയ ആ ചരിത്രത്തെ ഒക്കെ തന്നെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചു. ഞാനടക്കമുള്ള എന്റെ താഴെ പഠിച്ച കുട്ടികളടക്കമുള്ള തലമുറ അതാണ് പഠിച്ചത്. ഇവിടെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അത് RSS വൽക്കരണമാണ്, കാവ്യവൽക്കരണമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ RSS എടുത്ത് അമാനമാടുന്നു, അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യുന്നു, ചൊൽപ്പടിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് വിഡ്ഢിത്തമാണ്. രാഹുൽ ഗാന്ധി വിഡ്ഢിത്തം മാത്രമേ കഴിയുന്നതും പറയാറുള്ളൂ. പക്ഷേ ഇത്രയും കാര്യമായിട്ട് RSSനെ കുറിച്ചും ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനുള്ള, അതിനെക്കുറിച്ച് വിഡ്ഢിത്തം പറയാനുള്ള ഒരു ബൗദ്ധിക നിലവാരം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായതിൽ വലിയ സന്തോഷമുണ്ട്. താങ്കൾ ഇന്ത്യൻ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? താങ്കൾക്ക് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം എന്താണെന്ന് അറിയുമോ? ഇന്ത്യയിലെ ചരിത്ര പുരുഷന്മാരെ താങ്കൾ അറിയുമോ? താങ്കളുടെ വലിയ അപ്പൂപ്പനെ അല്ലാതെ വേറെ ആരെങ്കിലും താങ്കൾ അറിയുമോ? താങ്കളുടെ വലിയ അപ്പൂപ്പൻ ഒരു ചരിത്ര പുരുഷനൊന്നുമല്ല. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി പലരെയും കാലുവാരി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന് എന്ത് ചരിത്ര ബോധമുണ്ട്, എന്ത് ചരിത്ര ബോധ്യമുണ്ട്? ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സകലമാന ആളുകളെയും ചവിട്ടി വീഴ്ത്തിക്കൊണ്ട്, അവരെയൊക്കെ വലിച്ചു താഴെയിട്ടുകൊണ്ട്, സ്വന്തം മേനിയും മേന്മയും മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയായ ഒരു വ്യക്തിയുടെ കൊച്ചുമകനല്ലേ താങ്കൾ? താങ്കൾ ഈ ഒരു കാര്യമെങ്കിലും ഒന്ന് പഠിച്ചിട്ട് പറയാം. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയെ ഇത്രയും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചത് ഇവിടുത്തെ കേന്ദ്ര സർക്കാർ. ഇവിടെ RSS വൽക്കരണമോ കാവ്യവൽക്കരണമോ അല്ല നടക്കുന്നത്. യഥാർത്ഥ ചരിത്രവും യഥാർത്ഥ വസ്തുതകളും യഥാർത്ഥ ശാസ്ത്രബോധവും കുട്ടികളിൽ വളർത്തുക എന്നുള്ള ആശയം പേറിക്കൊണ്ടാണ് ഇവിടെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ നാഗ്പൂരിൽ നിന്നും RSSന്റെ കാര്യാലയത്തിൽ നിന്നും കിട്ടുന്ന തിട്ടൂരമനുസരിച്ചല്ല ഇവിടെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ പാഠഭാഗങ്ങൾ തയ്യാറാക്കുന്നത്. യഥാർത്ഥ ചരിത്രം പഠിച്ച് അതറിഞ്ഞ് ചരിത്രകാരന്മാർ, ചരിത്ര പണ്ഡിതന്മാർ ഒക്കെ തയ്യാറാക്കുന്ന, അതത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തയ്യാറാക്കുന്ന പുസ്തകങ്ങളാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത്. താങ്കൾ 5ാം ക്ലാസ്സിലെയോ 6ാം ക്ലാസ്സിലെയോ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പുസ്തകം എടുത്ത് ഒന്ന് വായിച്ചു നോക്കണം വല്ലപ്പോഴും. താങ്കൾക്ക് എന്തായാലും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ വായിക്കാൻ അറിയാം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങ് തീർച്ചയായിട്ടും കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ ഒന്നെടുത്ത് വായിച്ച് ഓടിച്ച് വായിച്ചാൽ മതി. പതുക്കെ ഓടിച്ച് വായിച്ചു നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാകും യഥാർത്ഥ ചരിത്രം എന്താണ്, യഥാർത്ഥ പാഠഭാഗങ്ങൾ എന്താണ്, യഥാർത്ഥ സിലബസ് എന്താണ്, യഥാർത്ഥ വിദ്യാഭ്യാസ രീതി എന്താണ് എന്ന് അങ്ങേക്ക് മനസ്സിലാകും. അല്ലാതെ കാവ്യവൽക്കരണം, RSS വൽക്കരണം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കടയിൽ കൂടിയിട്ട് വിഡ്ഢിതങ്ങളും വിളമ്പി ഇങ്ങനെ നടക്കുകയല്ല ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ യുവരാജാവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങ് അടുത്ത പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങളൊക്കെ മാറ്റിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. യഥാർത്ഥ ചരിത്രം എന്തായാലും പഠിപ്പിക്കും. ആരെതിർത്താലും ആരെന്ത് പറഞ്ഞാലും അതൊക്കെ പഠിപ്പിക്കാനുള്ള ആ ഒരു ആർജവം ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനുമുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യും. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ
ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.